പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കായിക പ്രതിഭകളെ ആദരിച്ചു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് കിഡ്സ് അത്ലറ്റിക്സ് സംസ്ഥാനതല കായിക പ്രതിഭകളെയും പരിശീലകരായ കായികാധ്യാപകരെയും 2026 ഫെബ്രുവരി 21 ശനിയാഴ്ച രാവിലെ 10:00 വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ആദരിച്ചു. അർജുന അവാർഡ് ജേതാവ് ടോം ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. അവരുടെ സ്പോർട്സിലേക്കുള്ള അവരുടെ ഗുണങ്ങൾ നമ്മൾക്ക് പറയാം. ഒരു സ്പോർട്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നമ്മുടെ രക്ഷിതാക്കൾക്ക് ചിലർക്കെങ്കിലും അറിയായിരിക്കും. നമ്മൾ സ്പോർട്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കുട്ടികൾ ചെറിയ കുട്ടികളായപ്പോൾ സ്പോർട്സ് പങ്കെടുക്കാൻ ഒരു ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഒരു അത്ലറ്റിക്സ് മീറ്റിങ്ങിലൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഒരുപാട് വാല്യുള്ളതാണ്. കാരണം അവരുടെ കരിയറിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജൂനിയർ, യൂത്ത്, സീനിയർ അങ്ങനെ ലെവലുകളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ MBBS അല്ലെങ്കിൽ എൻട്രൻസിലൊക്കെ സ്കൂളുകളിൽ പോയി ഒരുപാട് കോളേജുകളിൽ പോയി ഒരുപാട് പൈസയൊക്കെ മുടക്കിയാണ് നമ്മൾ എൻട്രൻസിനൊക്കെ കോച്ചിങ് ഇതിലൊക്കെ പങ്കെടുക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ സ്കൂളിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾക്ക് ആ സ്കൂൾ ഇതിൽ അഡ്മിഷൻ കിട്ടി, ആ കോളേജ് അഡ്മിഷൻ കിട്ടി. എൻട്രൻസിനായാലും MBBS വരെയുണ്ട്, MBBS വരെ സ്പോർട്സ് കോട്ടയുണ്ട്, അഡ്മിഷൻ ഉണ്ട്. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ KK ജോഷി അധ്യക്ഷത വഹിച്ചു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെന്നി ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് ആശംസകൾ നേർന്നുകൊണ്ട് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് തുളസി സോമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KS നിബിൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അനിത തോമസ്, പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK ജയൻ, കുഴിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി തദേവൂസ്, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK മനാഫ് മനേഴത്ത്, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക സതീഷ്, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാരിത ബൈജു, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് PJ ജസ്റ്റിൻ, BVHSS നായരമ്പലം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ സാദിഖ് KA എന്നിവർ സംസാരിച്ചു. തുടർന്ന് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ലോറൻസ് ആന്റോണിയോ അൽമേഡ കൃതജ്ഞത രേഖപ്പെടുത്തി. ടോം ജോസഫ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ, BPCയിലെ ജീവനക്കാരനാണ്. സ്പോർട്സിന്റെ രീതിയിൽ അവിടെ ഔദ്യോഗികമായി ജോലി ചെയ്യുന്ന ആളാണ്. ചെറായിലൂടെ ചെറായി അതുപോലെ മൂത്തകുന്നം, ചേന്നമംഗലം എല്ലാം പ്രദേശം ഈ വോളിബോളിലേക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. വോളിബോള് വളരെ ഹരമായി കൊണ്ടുനടക്കുന്ന ആളുകളാണ് ഈ പ്രദേശങ്ങളിലെല്ലാം. ചെറായിൽ വലിയ നേരിട്ട് പഴമ തുടങ്ങി വലിയ വോളിബോൾ ക്ലബ് ഉണ്ടായിരുന്ന സ്ഥലമാണ്, ഒരു പ്രദേശമാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ.